ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ഇൻ മൈ ലൈഫാണ്. ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയും മുട്ടയുണ്ട്. ഇനി രാവിലെ അലക്കി വെച്ച കുറച്ചധികം തുണികളുണ്ട് കേട്ടോ, അതെല്ലാം വിരിക്കണം. പിന്നെ കണ്ണനൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കന് വേണ്ട സവാളയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ടേബിളിൽ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇനി നമുക്ക് ബാക്കി കറിയുടെ പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ജാനുവരിയുടെ ചിക്കൻ ചെറുതായിട്ട് ഇടിച്ചിട്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട്. നമുക്ക് ഈസി മോര് കാച്ചാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെറ്റാക്കിയിട്ട് മോര് കാച്ചി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അലർജിയുടെ കുറച്ച് പ്രശ്നമുണ്ട്. മസാല ഇട്ടപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തുമ്മുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് ബാക്കി കറികളെല്ലാം ആക്കിയതായിട്ട്. അങ്ങനെ ജാനുവരിയുടെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പാത്രങ്ങളും കൂടി കഴിയാണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞൊന്നുമല്ല കേട്ടോ. പണി ഏറ്റവും പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതിനോട് എത്ര സമയം കൊണ്ടാണെന്ന് അറിയുള്ളൂ ഫുഡ് കഴിച്ച് തീർക്കും. നിങ്ങളുടെ ബേബീസൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് കമന്റ് ചെയ്യാൻ മറക്കല്ല. കഴിഞ്ഞിട്ട് ആ പപ്പീസിന് ഫുഡ് കൊടുക്കണമായിരുന്നു. കണ്ണനോട് പപ്പീസിന് ഫുഡെല്ലാം കൊടുത്ത് വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മളൊന്ന് പാർക്കിൽ പോയായിരുന്നു. അന്ന് ക്യൂ നിന്നിട്ട് നമുക്ക് ഈ കാറിൽ കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ക്യൂ നിന്ന് നമ്മൾ റിമോട്ട് കാറിൽ കയറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ജാനുവരി സ്റ്റിയറിംഗ് എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റാ.